ഞാൻ ഈ മുത്തോല വേദിയിൽ ഒരു കൊച്ചു കഥ പറയണം. എൻ്റെ കഥയുടെ പേര് പ്രജാക്ഷേമ തൽപ്പനയാണ് രാജാവ്. ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ഖുർആൻ മനപ്പാടമായ മഹ്മൂദ് അഫന്തിയാണ് രാജാവ്. മഹ്മൂദ് അഫന്തി തൻ്റെ രാജ്യത്തെ പ്രവശ്യമാക്കി തുല്യമായി 7 നാട്ടുരാജാക്കന്മാർക്ക് നീതി നൽകി. അതിലൊരു രാജാവിനൊരു മകളുണ്ടായിരുന്നു, സുന്ദരിയായ മകൾ. മകളുടെ പേര് സുഹറ. സുഹറയുമായി മഹ്മൂദ് അഫന്തിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം മഹ്മൂദ് അഫന്തി നായാട്ടിനായി ശരീരത്തിലെല്ലാം എണ്ണ തേച്ച് കൊട്ടാരം മറ്റു പാവലോടെ ഉലാത്തുകയായിരുന്നു. ഖുർആൻ പാരായണത്തിൽ അതീവ താല്പര്യം കാണിച്ചിരുന്ന മഹ്മൂദ് അഫന്തിയുടെ ആഗ്രഹങ്ങളാൽ ഖുർആൻ സദാസമയം മുഴിഞ്ഞുകൊണ്ടിരുന്നു. ആലിമ്രാനിലെ 26-ാമത്തെ ആയത്തെത്തിയപ്പോൾ മഹ്മൂദ് അഫന്തിക്ക് ഒരു സംശയം. എല്ലാ അധികാരം എടുക്കുന്നവൻ ഞാനെങ്കിൽ എൻ്റെ അധികാരം ഈ സെക്കൻഡിൽ എങ്ങനെ എടുക്കും? പെട്ടെന്ന് ഒരുപാട് രാജാവേ കൊട്ടാരം മുറ്റത്തെത്തി. രാജാവ് മുറ്റത്തെത്തി. ഭടന്മാർ കൈവതും ശ്രമിച്ചു. പുലി വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അവസാനം മഹ്മൂദ് അഫന്തി തൻ്റെ ഉടവാൾ പുറത്തെടുത്ത് പുലിക്ക് നേരെ നീങ്ങി. പുലി ഇടതൂർന്ന് നിൽക്കുന്ന ഒരു കാട്ടിലേക്ക് പോയി. പിന്നാലെ മഹ്മൂദ് അഫന്തി കുതിരപ്പുറത്തും. കുറേ സമയത്തെ പരിശ്രമത്തിനൊടുവിൽ പുലി കാട്ടിൽ അപ്രത്യക്ഷനായി. ക്ഷീണം കാരണം മഹ്മൂദ് അഫന്തി പാറപ്പുറത്ത് ഉറങ്ങിപ്പോയി. അതേസമയം സുഹറയുടെ കൊട്ടാരത്തിലൊരു കളവ് നടന്നു. സുഹറയുടെ വിവാഹാഭരണങ്ങളെല്ലാം ഒരു കള്ളൻ മോഷ്ടിച്ചു. ഇത് കണ്ട രാജാവ് കോപിതനായി. ആളെവിടെ? 3 ദിവസത്തിനകം കള്ളനെ നമുക്ക് ഹാജരാക്കുവിൻ. ഭടന്മാർ നാടാകെ തിരഞ്ഞു. അവസാനം തല പോകുമെന്നറിഞ്ഞ് കാട്ടിലേക്ക് കാട് കയറി. പോകുമ്പോൾ ഒരു സാധനത്തെ കണ്ടു. അവൻ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ഈ ദേഹത്തെ എണ്ണ തേച്ച് ഒരു പാറപ്പുറത്തിൽ സുഖമായി കിടന്നിറങ്ങുന്ന ഒരാൾ. കള്ളനാണെന്ന് വിചാരിച്ച് മഹ്മൂദ് അഫന്തിയെ പിടിച്ചു കെട്ടി കൊട്ടാരത്തിലെത്തിച്ചു. ആരും അറിയാതെ വിചാരണ ചെയ്തു. കൈകൊണ്ട് മുറിച്ചു മാറ്റി. വേദനയോർന്ന സ്വരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു തടവരയിൽ നിന്ന് മഹ്മൂദ് അഫന്തി. ഇതിൽ ആകർഷയായ സുഹറ തൻ്റെ ഉസ്താദെ കിട്ടണമെന്ന് താല്പര്യപ്പെട്ടു. തൻ്റെ ഭാവി വരനാണെന്നല്ലാതെ ഖുർആൻ ക്ലാസ് തുടങ്ങി. ഒരു ദിവസം ഖുർആൻ ക്ലാസ് തുടങ്ങാനിരിക്കെ ആലിമ്രാനിൽ 26-ാമത്തെ ആയത്തെത്തിയപ്പോൾ ഉസ്താദ് ബോധരഹിതനായി വീണു. ഇത് അന്വേഷിച്ച സുഹറ ഇത് മഹ്മൂദ് അഫന്തി ആണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഒരു കള്ളനെ ഭർത്താവായി കിട്ടില്ലെന്ന് അറിഞ്ഞ് ഭ്രാന്തിയെ പോലെ അഭിനയിച്ചു. വാശി പിടിക്കുകയും ചെയ്തു. രാജാവ് തൻ്റെ ഭ്രാന്തിയായ മകളുടെ വിവാഹകാര്യമെല്ലാം വിചാരിച്ച് സമ്മതിച്ചു. അന്ന് രാത്രി മഹ്മൂദ് അഫന്തി താൻ ചെയ്ത കുറ്റത്തിന്റെ മേൽ മുരകി പശ്ചാത്തപിക്കുകയായിരുന്നു. അന്ന് രാത്രി മഹ്മൂദ് അഫന്തി ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ മഹ്മൂദ് തന്റെ വിഷമങ്ങളെല്ലാം നബിയോട് പറഞ്ഞു.